ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൻ്റെ എത്രയായിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് CRIയുടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, പ്രഷർ പമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഷർ പമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയകളിൽ നമുക്ക് ഏതൊക്കെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് അത് പ്ലംബിങ്ങിന് വരുന്ന ലൈനാണ് സെപ്പറേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പ്രഷർ പമ്പ് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യമേ തന്നെ മെയിനായിട്ട് വരുന്ന മെയിൻ ടാങ്ക് വരുന്നുണ്ട്. മെയിൻ ടാങ്കിൽ നിന്നും സെപ്പറേറ്റ് ഒരു പൈപ്പ് വരും, അതിൽ നിന്നുമാണ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ അതിന് സെപ്പറേറ്റ് യൂണിയനൊക്കെ ഇട്ടിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രഷർ ലൈൻ വരുന്നത് കണ്ടോ, ഈ ഏരിയയിൽ നിന്നാണ് പ്രഷർ ലൈൻ വരുന്നത്. നേരെ ടാങ്ക് വരുന്നുണ്ട്. ടാങ്കിൽ നിന്നും ഒരു 2 ഇഞ്ച് പൈപ്പ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ നിന്നും സ്റ്റീലിൻ്റെ ടാങ്കാണ്. അപ്പോൾ അതിനൊരു വാൽവ് കൊടുത്തു, അതിൽ നിന്ന് നേരെ ത്രൂ ഔട്ട് പോകുന്നുണ്ടാവും. അതിനൊരു നോൺ റിട്ടേൺ വാൽവും കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്നും കണ്ടോ ഒരു 1 ഇഞ്ച് വാൽവ് സെപ്പറേറ്റ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ട് ഒരു വാൽവ് കൊടുത്തിട്ട് നേരെ പ്രഷർ പമ്പിലേക്ക് കയറി. അതിൽ നിന്നും വീണ്ടും 1 ഇഞ്ച് പൈപ്പായിട്ട് നേരെ കൺവേർട്ട് ചെയ്ത് അടുത്ത മെയിൻ 2 ഇഞ്ച് പൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മെയിൻ 2 ഇഞ്ച് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ ലൈൻ ഇപ്പോൾ എന്തെങ്കിലും പ്രഷർ പമ്പ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രഷറിൽ ത്രൂ ഔട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കംപ്ലയിൻ്റ് ഇല്ല, അതായത് തടസ്സമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രഷർ പമ്പ് ലൈൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സെൻറ്ററിലെ വാൽവ് അടച്ചിട്ട് പ്രഷർ പമ്പിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ പമ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ത്രൂ ഔട്ട് ലൈൻ ബൈപ്പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രഷർ ഗേജ് വരുന്നത്. മീറ്റർ കണ്ടോ, സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതായത് ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 2 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലായി 20-നും 30-നും 20-നും 40-നും ഇടയ്ക്കായിട്ട് വരുന്ന ഏകദേശം ഒരു 30 ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു 2 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ നോർമലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവറായിട്ട് നമ്മൾ പ്രഷർ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈപ്പ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത്രയ്ക്ക് ഹൈ പ്രഷറായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയൊരു നെട്ടുണ്ട്. അത് ജസ്റ്റ് ലൂസായിട്ട് വേണം, എന്തെങ്കിലും എയറോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ജസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നെറ്റ് ലൂസാക്കി കഴിഞ്ഞാൽ എയർ ക്ലിയർ ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പ്രഷർ ഗേജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഏകദേശം 2-ൽ വരാവുന്ന മാക്സിമം 2-ൽ വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. അതിന് മുകളിലേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ പ്ലംബിംഗ് ലൈൻ ചെയ്യുന്ന സമയത്ത് പ്രഷർ പമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റേതായ ഹൈ ക്വാളിറ്റി വരുന്ന പൈപ്പുകൾ വേണം നമ്മൾ ഈ ബാത്റൂമിൻ്റെ അകത്തും പുറത്തും നമ്മൾ മണ്ണിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടാൻ. കാരണം പ്രഷർ പമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ക്വാളിറ്റി, അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഷറിനേക്കാൾ കൂടുതൽ നമുക്ക് പൈപ്പിൽ പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ പൈപ്പുകളൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നോർമലി ലെവൽ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉപയോഗിച്ചിട്ട് വേണം പ്രഷർ ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന പൈപ്പുകൾ PVC പൈപ്പുകളാണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകളാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിനെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പൈപ്പുകളെല്ലാം പൊട്ടിപ്പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.